ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹൗ ആർ ഇമ്പൾസസ് ജനറേറ്റഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ത്രൂ ന്യൂറോൺസ്. സെക്കൻഡ് ടോപ്പിക്, the impulses formed in a neuron are to be transmitted to other neurons and associated cells through synapse. Last topic, different types of nerves and their functions. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, ഹിയർ വി ഡിസ്കസ് അബൌട്ട് നെർവസ് സിസ്റ്റം. Do you know what is the function of nervous system? Nervous system controls and coordinate all activities in our body. ഇല്ലേ, നമ്മൾ പഠിച്ചതാണത്. നെർവസ് സിസ്റ്റം ആണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യണത് എന്നുള്ളത്, ഇല്ലേ. ഇനി നെർവസ് സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയണത്. നെർവസ് സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻടു ടു: സെൻട്രൽ നെർവസ് സിസ്റ്റം and peripheral nervous system. Nervous system is divided into central nervous system and peripheral nervous system. Central nervous system consists of brain and spinal cord. Central nervous system ഉൾപ്പെടുന്ന പാർട്സ് ആണ് ബ്രെയിനും സ്പൈനൽ കോഡും. Peripheral nervous system consists of 12 pairs of cranial nerves and 31 pairs of spinal nerves. Peripheral nervous system consists of 12 pairs of cranial nerves and 31 pairs of spinal nerves. അപ്പോൾ cranial nervesഉം spinal nervesഉം ചേർന്നതാണ് peripheral nervous system. Cranial nerves are nerves emerging from the brain. Okay, nerves emerging from the brain are cranial nerves. Spinal nerves emerging from the spinal cord. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായോ? ക്രേനിയൽ നെർവ്സ് എമർജിങ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ നെർവ്സ് എമർജിങ് ഫ്രം ദ സ്പൈനൽ കോഡ്. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 13 ഒരു കൺസെപ്റ്റ് മാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് നെർവസ് സിസ്റ്റത്തിൻ്റെ. അതൊന്ന് ഫില്ലപ്പ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടുള്ള ബ്രെയിനിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ബ്രെയിൻ എങ്ങനെയൊക്കെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് നമുക്ക് പറയാം, ആദ്യം ഡിസ്കസ് ചെയ്യാം. ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ ബോണി കേസ് കോൾഡ് സ്കൾ. ദ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ ആൻഡ് ഇറ്റ് ഈസ് കവേർഡ് ബൈ ദ 3-layered membrane called meninges. Brain is covered by the 3-layered membrane called meninges. The cerebrospinal fluid is filled within the inner membranes of meninges and the ventricles of the brain. മനസ്സിലായോ? ബ്രെയിൻ എങ്ങനെയൊക്കെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത്? ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് സ്കള്ളിൻ്റെ ഉള്ളിലാണ്. സ്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയോട്, അല്ലേ? തലയോടിനുള്ളിലാണ് ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്രെയിനിനെ കവർ ചെയ്തുകൊണ്ട് 3 ലെയറുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട്, അതിനെയാണ് മെനിഞ്ചസ് എന്ന് പറയുക. ആ മെനിഞ്ചസ് എന്ന മെംബ്രെയിൻ്റെ 3-layered ആണെന്ന് പറഞ്ഞില്ല, അതിൽ ഇന്നർ ലെയറിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. അപ്പോൾ മെനിഞ്ചസിൻ്റെ ഇന്നർ ലെയറിലും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കാണും, അതുപോലെ ബ്രെയിനിലുള്ള വെൻട്രിക്കിൾസിലും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കാണും. മനസ്സിലായല്ലോ? ദ ഫങ്ഷൻസ് ഓഫ് cerebrospinal fluids are provide nutrients and oxygen to the tissues of the brain. Second function, regulate the pressure inside the brain and to protect the brain from injuries. ഇത് മൂന്നുമാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻസ്. To provide nutrients and oxygen to the tissues of the brain, regulate the pressure inside the brain and to protect the brain from injuries. Okay, next we discuss about the structure of brain. The brain has 5 parts:
cerebrum, cerebellum, medulla oblongata, thalamus and hypothalamus. These are the parts of brain. Cerebrum is the largest part of the brain and numerous fissures and folds are seen in cerebrum. The grey colored outer part of the cerebrum is called cortex and the white colored inner part of the cerebrum is called medulla. These are the peculiarities of cerebrum. It is the largest part of the brain. Numerous fissures and folds are seen. The grey colored outer part of the cerebrum is called cortex and the white colored inner part is called medulla. അപ്പോൾ സ്ക്രീനിൽ ടീച്ചർ അതിൻ്റെ ഒരു ഗ്രേ മാറ്ററും ഗ്രേ കളറും അതുപോലെ വൈറ്റ് കളറും കാണിക്കുന്ന ഒരു പിക്ചർ ഷെയർ ചെയ്യുന്നുണ്ടാവുന്ന എല്ലാവരും നോക്കുക. ഇപ്പോൾ സെറിബ്രത്തിൻ്റെ ഔട്ടർ പാർട്ട് ഗ്രേ കളറാണ്, ഇന്നർ പാർട്ട് വൈറ്റ് കളറാണെന്ന് പറഞ്ഞു അല്ലേ. ആ ഗ്രേ കളർഡ് ഔട്ടർ പാർട്ടിനെയാണ് കോർട്ടെക്സ് എന്ന് പറയുക, വൈറ്റ് കളർഡ് ഇന്നർ പാർട്ടിനെയാണ് മെഡുല്ല എന്ന് പറയാം. അപ്പോൾ സെറിബ്രത്തിൻ്റെ ഗ്രേ കളർഡ് ഔട്ടർ കോർട്ടെക്സ് ഗ്രേ മാറ്ററും വൈറ്റ് കളർഡ് ഇന്നർ മെഡുല്ല വൈറ്റ് മാറ്ററും ആയിരിക്കും. മനസ്സിലായല്ലോ? സെറിബ്രത്തിൻ്റെ കോർട്ടെക്സ് ഗ്രേ മാറ്ററും മെഡുല്ല വൈറ്റ് മാറ്ററും ആയിരിക്കും. എന്താണ് ഗ്രേ മാറ്റർ, എന്താണ് വൈറ്റ് മാറ്റർ നിങ്ങൾ പഠിച്ചതാണ്. അതൊന്ന് എന്താണെന്നുള്ളതൊന്ന് നോക്കി നോക്കുക കേട്ടോ. ഇനി അതിൻ്റെ ഫങ്ഷൻസ് ആണ് പറയണത്. 3 ഫങ്ഷൻസ് ആണ് സെറിബ്രത്തിനുള്ളത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. സെക്കൻഡ് വൺ, ഇവോക്സ് സെൻസേഷൻസ്. തേർഡ് വൺ, കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. ഓക്കെ, വോളണ്ടറി മൂവ്മെൻറ്റ്സ് മീൻസ് ഇപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റ്സിനെയാണ്, ബോഡി മൂവ്മെൻറ്റ്സിനെയാണ് വോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് പറയുക. മനസ്സിലായോ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബോഡി മൂവ്മെൻറ്റ്സ് ആണ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. അപ്പോൾ അത്തരം വോളണ്ടറി മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രാണ്. ഇനി നെക്സ്റ്റ് പാർട്ട്, ദ സെറിബ്രം ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് സെറിബെല്ലം. ഇറ്റ് സീൻ ബിഹൈൻഡ് ദ സെറിബ്രം ആസ് 2 flaps. Cerebellum seen behind the cerebrum as 2 flaps. Here fissures and grooves are present. In cerebrum numerous fissures and folds are seen. Here cerebellum fissures and grooves are present. The function is it coordinates muscular activities and maintains equilibrium of the body. Cerebellum coordinates muscular activities and maintains equilibrium of the body. Next part is medulla oblongata. It is rod shaped, seen below the cerebrum and located near the cerebellum. It is rod shaped, it located near the cerebellum and seen below the cerebrum. The function of medulla oblongata is to control involuntary actions like heartbeat, breathing, etc. എന്താണ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്നറിയോ? അപ്പം നേരത്തെ വോളണ്ടറി മൂവ്മെൻറ്റ്സ് പറഞ്ഞിരുന്നു നമ്മൾ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബോഡി മൂവ്മെൻറ്റ്സ് ആണ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മൂവ്മെൻറ്റ്സ് ആണ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്. എക്സാമ്പിൾ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അത്തരം മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. അപ്പോൾ സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, ഈ 3 പാർട്ട് നമ്മൾ പറഞ്ഞു. ഈ 3 പാർട്ടും ബ്രെയിനിൻ്റെ ഔട്ടറിൽ കാണപ്പെടുന്ന 3 ഭാഗങ്ങളാണ് സെറിബ്രം, സെറിബെല്ലം ആൻഡ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇന്നർ പാർട്ടിൽ കാണപ്പെടുന്ന 2 ഭാഗങ്ങളാണ് തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. അപ്പോൾ നമുക്കതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തലാമസ് സിറ്റുവേറ്റഡ് ബിലോ ദ സെറിബ്രം. സെറിബ്രത്തിന് താഴെയാണ് തലാമസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. 2 ഫങ്ഷൻ ഉള്ളത് തലാമസിന്. ഇറ്റ് ആക്ട് ആസ് റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. അതായത് സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ഇമ്പൾസസിൻ്റെ റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളത് തലാമസിൻ്റെ ഒരു ഫങ്ഷനാണ്. സെക്കൻഡ് ഫങ്ഷൻ, അനലൈസസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻസ് ദ ഇമ്പോർട്ടൻറ്റ് വൺസ് ടു ദി സെറിബ്രം. Thalamus analyzes impulses from various parts of the body and send the important ones to the
സെറിബ്രം. അതായത് നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന ഇമ്പൾസസിനെ തലാമസിൽ വെച്ച് അനലൈസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് വൺ ഏതാണോ അതിനെ മാത്രമേ തലാമസ് സെറിബ്രത്തിലേക്ക് കടത്തി വിടുകയുള്ളൂ. അപ്പോൾ ഇത് രണ്ടുമാണ് തലാമസിൻ്റെ ഫങ്ഷൻസ്. ലാസ്റ്റ് പാർട്ട് ഈസ് ഹൈപ്പോതലാമസ്. ഇറ്റ് സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ തലാമസ്. മനസ്സിലായോ? ഇറ്റ് സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ തലാമസ്. ദ മേജർ ഫങ്ഷൻ ഓഫ് ഹൈപ്പോതലാമസ് ഈസ് ദ മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റസിസ്. ഹൈപ്പോതലാമസ് മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റസിസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ. മനസ്സിലായല്ലോ? അപ്പോൾ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. അപ്പോൾ ആ ഒരു ഫങ്ഷൻ നിർവഹിക്കാൻ വേണ്ടി ബ്രെയിനിൻ്റെ സ്ട്രക്ചർ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെ.